ഹായ് ഓൾ, ഇറ്റ്സ് മീ വിശ്വനാഥ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ജർമ്മൻ ഫാക്ട്സ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ജർമ്മൻസ് ആർ റിയലി പങ്ക്ച്വൽ ആൻഡ് ദേ സ്ട്രിക്ട്ലി ഫോളോ റൂൾസ്. നിങ്ങൾ ജർമ്മനിയിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പങ്ക്ച്വാലിറ്റിക്കും അതുപോലെ തന്നെ റൂൾസ് ഫോളോ ചെയ്യുന്നതിനും ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഫാക്ട്, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റീസൈക്ലിംഗ്. വേസ്റ്റ് മാനേജ്മെന്റിന് പ്രത്യേകം പ്രയോറിറ്റി കൊടുക്കുന്ന ജർമ്മൻസ് റീസൈക്ലിങ്ങിനും വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ നിങ്ങൾ അവിടെ ജർമ്മനിയിൽ ഈ റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ജർമ്മൻസ് അവരുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ അവരുടെ മദർ ടങ്ങിനെയും വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യും. സോ ജർമ്മൻ ലാംഗ്വേജിന്റെ നിങ്ങളുടെ സ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ 6ഓളം കൺട്രീസിൽ ഒഫീഷ്യലായി ജർമ്മൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോന്റെ പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.